കുറച്ച് പേർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണയുണ്ട്. സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പം ഏതോ കോടികൾ അക്കൗണ്ടിൽ വന്ന് അത് ഞാനും എൻ്റെ വീട്ടുകാരും എടുത്ത് അടിച്ചു മാറ്റി തീർത്തു എന്നൊക്കെ. ഒരിക്കലുമല്ല, ഒരു കോടികളും വന്നിട്ടില്ല. കറക്റ്റ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് എന്തെങ്കിലും അധികാരിപ്പെട്ടോ ഇതിപ്പം എന്താ പറയുക, സംശയമുള്ളവർക്ക് വേണമെങ്കിൽ വന്ന് ബാങ്കിൽ വന്ന് തിരക്കാം. എത്ര രൂപയാണ് വന്നെന്നും കാര്യങ്ങളൊക്കെ ബാങ്കിലുണ്ടല്ലോ. അത് വന്നത് 75,000 രൂപ കറക്റ്റ് വന്നു. അതിന് 69 രൂപയാണെന്ന് തോന്നുന്നു. അതിന് നമ്മളൊരു ബൈക്ക് മേടിച്ചായിരുന്നു. ഒരു മഞ്ഞ കളറിലെ ഒരു ബൈക്ക്. ഞാനും ഞങ്ങളെല്ലാവരും കൂടി ചെന്നാണ് കിച്ചന് മേടിച്ച് കൊടുത്തത്. കിച്ചന് പറയാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അല്ലാതെ കോടികൾ വന്നിട്ടോ ഇല്ല, ഞങ്ങളാരും എടുത്ത് മുക്കിയിട്ടോ ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. പിന്നെന്താണ്, എന്താ പറയേണ്ടത്, ഇതൊക്കെ വന്ന് ബോധിപ്പിക്കണമെന്നുണ്ട്. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇപ്പം. ചിലവർക്ക് തെറ്റിദ്ധാരണ കാണും, ആ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ ഒറ്റയ്ക്കല്ലായിരുന്നു. ഞങ്ങളുടെ കൂടെ ഇപ്പോൾ രേണുസുതി ഉണ്ട്, ഈ സോഷ്യൽ മീഡിയ എന്ത് പറഞ്ഞാലും ഉണ്ട്, ഈ ആൾക്കാർ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് തന്നെയാണ് എടുത്തുകൊണ്ടേ ഇരിക്കുന്നത്. പിന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. ഇതേണക്കൊണ്ട് ഈ കിച്ചുവിന് ബൈക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തത്, അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് ഈ പൈസ ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ അന്ന് കൊണ്ടേ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ട് ഇതിനെപ്പറ്റി ഭയങ്കരമായിട്ട് സംസാരിക്കാനൊക്കെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതേണക്കൊണ്ട് ഈ കിച്ചു വിട്ട വീഡിയോ കാരണമാണ്. ആദ്യം ഇതേണക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇതിനു മുമ്പ് ആൾക്കാരൊക്കെ പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ രേണുവായിട്ട് എങ്ങനെയാണെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് വട്ടം ചോദിച്ചപ്പോൾ ആൾക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞത് നല്ല രീതിയിലാണ്, ഒരു കുഴപ്പമില്ലെന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടേയിരുന്നത്. പക്ഷേ പെട്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഇതേണക്ക് വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമുണ്ട് അങ്ങനെ എങ്ങനെയാണെന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഇതേണക്ക് അപ്പുറത്തെ സൈഡിൽ നിന്നും പറയുന്നത് ഞങ്ങൾ അവനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ട് അവൻ ഇങ്ങനോട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ലെന്നുള്ള രീതിയിലൊക്കെയാണ് അവർ പറയുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കിച്ചു എന്തെങ്കിലും ഒരു വീഡിയോ ഇടുക, അതിനൊരു മറുപടി എന്നുള്ള രീതിയിലാണ് ഇവരിപ്പോൾ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നത്. എന്തായിരുന്നാലും ശരി, ആ വീടും പുരയിടം ഉണ്ടെങ്കിൽ ആ മക്കളുടെ രണ്ടുപേരുടെ പേരിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, ഈ രേണുവിൻ്റെ പേരിലല്ല കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതേ കണക്ക് പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ ചെലവിന് തന്നെയാണ് പോയേക്കുന്നത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്.